ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ. റീബേർട്ട് ചാരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ്, റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്, ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, ഇനി ഒരു കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടോ, റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ, ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി 555 ഓഫർ ഇപ്പോഴും ഉണ്ട്, കുറച്ച് ദിവസം കൂടി. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങളുടെ റീഡിംഗ് എടുക്കാവുന്നതാണ്. 555 രൂപയ്ക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് റീഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തേനേക്കാളിലും റേറ്റ് കുറച്ചിട്ടുണ്ട്. സോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അത് തന്നെയാണ് ജിപേയും വരുന്നത്. പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. ആൻഡ് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഇഷ്യൂസ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കുറച്ച് ദിവസം കൂടി കാണും. അതിനുശേഷം പിന്നെ നമ്മളുടെ പഴയ റേറ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടോ ഞാൻ പറയാം. 4 ഓഫ് വാൻഡ്സ്, 6 ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് പെൻഡിക്കിൾ, ദ മജീഷ്യൻ കാർഡ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, 5 ഓഫ് വാൻഡ്സ്, ദ ഹെറോഫൻ കിട്ടിയിട്ടുണ്ട്, ഫൂൾ കാർഡ്, സ്ട്രെൻത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, 10 ഓഫ് സോർഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ്. നേരത്തെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നിലധികം ആൾക്കാർ ഇടപെട്ടിട്ടുള്ളതായിട്ടും ഒന്നിലധികം ആൾക്കാരുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ഇഷ്യൂസും നമ്മൾക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് പറയാൻ സാധിക്കും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു 4 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്ത്, ഫുൾ മൂൺ ഡേയിലെല്ലാം മാനിഫേസ്റ്റ് ചെയ്ത് സ്ട്രോങ്ലി ഒരു ഓറ പവർ, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരികയാണെങ്കിൽ 4 മാസത്തിൽ ഫാമിലി എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ ഫാമിലി സപ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4 മാസത്തിൽ നിങ്ങൾക്ക് ഫാമിലിയുടെ സമ്മതത്തോടു കൂടി തന്നെ ഇതൊരു മാരേജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളെ ഇഷ്ടമാണ്. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്, വരും പോകും. നിങ്ങൾക്ക് തന്നെ എന്തായി തീരും എന്നറിയാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് ഭയങ്കര സ്നേഹത്തിലും ചില സമയം വഴക്ക്, വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും, അത് കാരണം ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ്. സെയിം നിങ്ങളുടെ പേഴ്സണും ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ്. സോ ഈ പേഴ്സൺ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. മേ ബി നിങ്ങളും സെയിം ഒരു ഡിവൈൻ ടൈം, ഇനി യൂണിവേഴ്സ് എന്താണോ ഇതിൽ തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ നടക്കട്ടെ എന്നൊരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. അടുത്ത 4 മാസത്തിൽ നിങ്ങൾ കുറേയും കൂടി സ്ട്രോങ് ആകും. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യും, നിങ്ങളെ ഇഷ്ടപ്പെടാൻ പഠിക്കും, നിങ്ങളുടെ ലൈഫ് കുറേയും കൂടി ബെറ്റർ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ സ്റ്റക്കായി പോയതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം. സോ കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണണം എന്നുണ്ട്. ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ്. പല ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന പോലത്തെ ഒരു എനർജിയാണ് ആ പേഴ്സണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. കറൻ്റ്ലി വേറൊരു പേഴ്സൻ്റെ സാന്നിധ്യം അങ്ങനെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആളുടെ കരിയറിനാണ്. ക്യാഷ് ഉണ്ടാക്കണം, സ്റ്റേബിൾ ആകണം, നല്ലൊരു ജോബ് പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നൊരാഗ്രഹത്തിൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, കുറച്ചും കൂടി ബെറ്റർ ആകാൻ ശ്രമിക്കുന്നു ഡേ ബൈ ഡേ. ആൾ സ്ട്രോങ്ലി യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. ആൾക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. മേ ബി ഒരു 4 മാസത്തിൽ നിങ്ങളെ വന്ന് കാണാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം മാറി നിങ്ങളെയും കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറണം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഇവിടെ കാണാൻ പറ്റുന്നു. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക, മെഡിറ്റേഷൻ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും ബെറ്ററാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മേ ബി അത് ഫാമിലിയാണ് എനിക്കിവിടെ ഏറ്റവും അധികം എടുത്തു കാണിക്കുന്നത്. ഒരു എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും. ഒരു 4-5 പേരെ എനിക്കിവിടെ എനർജി വൈസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ഫാമിലി സപ്പോർട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ക്യാഷ് വേസ് കാര്യത്തിൽ നിങ്ങളെ എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നതിനെ പറ്റിയിട്ട്
നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ സമയം കുറവാണ്, 4 മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്നങ്ങ് പോകും അല്ലേ. സോ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കാൻ ശ്രമിക്കുക. നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നതും ഫുൾ മൂൺ ഡേയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ബെറ്ററായിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എത്രയൊക്കെ നോ കോണ്ടാക്റ്റ് ആണ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ തേടി തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. സോ ആ ഒരു ബ്ലോക്ക് മാറ്റുന്നതായിട്ടും പതിയെ പതിയെ ആ പേഴ്സൺ ഒരു കോണ്ടാക്റ്റിലേക്ക് വരാനുമുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും നിങ്ങളുമായിട്ട് തന്നെ റീകണക്റ്റ് ആവണം, റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണം. മേ ബി സ്പ്ലിറ്റായി പോകാൻ ഈ പേഴ്സൺ ഒട്ടും താല്പര്യമില്ല. നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പല റീസൺസ് അവിടെയുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നിങ്ങളെ കളഞ്ഞിട്ട് പോകാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പല റീസൺസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് തന്നെ റീകണക്റ്റ് ആയാൽ മാത്രമായിരിക്കും ആൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക. ആൾക്കിപ്പോൾ കുറച്ചൊരു സമാധാനക്കുറവുണ്ട്. എല്ലാ കാര്യത്തിലും ആൾ എനർജി വൈസ് കുറച്ചൊരു ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാലും മാക്സിമം ക്യാഷ് ഉണ്ടാക്കാനും കരിയറിലും ഫോക്കസ് ചെയ്യുന്നൊരു അവസ്ഥയും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നൊരവസ്ഥയും തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹവും ഇവിടെ നമ്മൾക്ക് കാർഡ്സിൽ ക്ലിയർ ആണ്. സോ നിങ്ങൾ ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിലൊക്കെ പോകുന്ന സമയത്ത് ഒരിക്കലും ടെൻഷൻ ആവാതിരിക്കുക, അല്ലെങ്കിൽ എന്താകും എന്നതിനെ പറ്റിയിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നിർത്തുക. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗ പ്രാക്ടീസ് ചെയ്യാം. ഈ പേഴ്സണെ നിങ്ങൾ ഇനിയും കാണും, സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും. ഒരു കോൾ, മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫാമിലി സപ്പോർട്ടോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് തമ്മിലുള്ളൊരു കണക്ഷനാണ്. അങ്ങനെയാണ് വഴക്ക്, പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ ഫാമിലി ഇടപെട്ട് അത് സോൾവ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്കും വരും. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കണം. ഈ പേഴ്സൺ എന്ത് ഇഷ്യൂസ് വന്നാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. ആ പേഴ്സൺ കുറച്ചും കൂടി കഴിയട്ടെ എന്നിട്ട് മിണ്ടാം എന്നുള്ളൊരു മൈൻഡാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഓഫ് കോഴ്സ് ഇവിടെ തിരിച്ചു വരാനുള്ളൊരു ചാൻസ് ഹൈ ആണ്. നിങ്ങളുമായിട്ട് തന്നെ ഒരു പുതിയ തുടക്കം തുടങ്ങാനായിട്ടാണ് ഈ പേഴ്സൻ്റെ മനസ്സിലെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ചൊരു ചീറ്റിംഗ് ആയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. മേ ബി നിങ്ങൾ തമ്മിൽ പറഞ്ഞു വഴക്കായതായിരിക്കാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും മനസ്സിന് മുറിവേറ്റപ്പെട്ടൊരവസ്ഥയും ഈഗോ ഇഷ്യൂസും എല്ലാം തന്നെ ഉണ്ടായിരിക്കാം. സോ ഒരു ഫാമിലി നിങ്ങൾക്ക് വീണ്ടും പോസിബിളാകും. പോസിറ്റീവായിട്ടിരുന്നോളൂ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. 555 555 രൂപയുടെ റീഡിംഗ് ഇപ്പോഴും ഓഫറുണ്ട്. സോ കുറച്ച് ദിവസം കൂടി പിന്നെയും ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ട് അത് നിർത്താനും പറ്റുന്നില്ല. എന്നാലും ഫ്യൂ ഡേയ്സ് കൂടി കാണും. നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണ്. 555 രൂപയ്ക്ക് 555 3 ക്വസ്റ്റ്യൻസ് ആണ്. സോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. അത് തന്നെയാണ് GPay നമ്പറും വരുന്നത്. അതിനുശേഷം പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഇഷ്യൂസ് അത് വോയിസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. ആൻഡ് ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാം. അടുത്തൊരു റീഡിംഗ് ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 7 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, സ്ട്രെൻത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് പെൻഡിക്കിൾ, 5 ഓഫ് വാൻസ്, കിങ് ഓഫ് പെൻഡിക്കിൾ, വീൽ ഓഫ് ഫോർച്യൂൺ, ദ ചാരിയറ്റ്, 3 ഓഫ് സോഡ്സ്, അതേപോലെ തന്നെ പേജ് ഓഫ് പെൻഡിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ജഡ്ജ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ കണ്ടു നോക്കാവുന്നതാണ്. അത് കുറച്ചും കൂടി പോസിറ്റീവായിരുന്നു. ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. അതായത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പം ഒരിക്കലും ഒരു പേഴ്സൺ മാത്രമായിരിക്കണം എന്നില്ല. ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈഗോ ഇഷ്യൂസ്, ഫാമിലി തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കാം, ക്യാഷ്, ജോബ്, ഇതെല്ലാം നമ്മൾക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ഈ ഒരു പൈലിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുണ്ട് എന്നതാണ്. മേ ബി അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ടൈം പാസിനൊരു റിലേഷനോ കാര്യങ്ങളോ ഒരു ക്രഷോ കാര്യങ്ങളോ ഒരു കണക്ഷൻ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു പേഴ്സൺ ആവാനുള്ളൊരു ചാൻസും ഉണ്ട്. സോ ആൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ആൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കും സെയിം, നിങ്ങൾക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തി, കാര്യങ്ങൾ, മാരേജ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു മാരേജ്, നിങ്ങൾക്കും നിങ്ങളുടേതായ ലൈഫുണ്ട്. ഒരുപാട് വേറെ വ്യക്തികളെ, റിലേഷൻഷിപ്പോ കാര്യങ്ങളോ കല്യാണമോ ഒക്കെ നോക്കാൻ പറ്റും അല്ലേ. സോ ഇവിടെയും ഈ വ്യക്തി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കറൻ്റ്ലി എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല. സ്ട്രോങ്ലി കൂടുതൽ ആൾക്കാർക്കും ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ കറൻ്റ്ലി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി അടുത്ത സമയത്തായിട്ട് തുടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ആയിരിക്കാം, അല്ലെങ്കിൽ
ഓൾറെഡി കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാകുമ്പോഴും ആളുടെ ഫാമിലിയോടെ സ്ട്രോങ് ആണ് അല്ലേ. സോ അതും ഇവിടെ എടുത്തു കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര ഒരു കണക്ഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിൻ്റെ അടുത്തും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തും ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ബോണ്ട് തന്നെയായിരുന്നു, അത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെ വന്നാലും ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റ് വേണം, ഇത് ഇടയ്ക്ക് വെച്ചിട്ട് സ്പ്ലിറ്റായി പോകരുത്, ഒരു സെപ്പറേഷൻ വരരുത് എന്ന് രണ്ടുപേരും മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ്. പക്ഷേ സാഹചര്യം കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ നിങ്ങൾക്ക് പലപ്പോഴും എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. സോ ഒരു ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ പേഴ്സണെ പറ്റിയിട്ട് ചില സമയം നിങ്ങൾക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. ആ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അത് കാരണം നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നു, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് ജഡ്ജ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതാണ് നിങ്ങളുടെ കറൻ്റ്ലി ഉള്ളൊരു സിറ്റുവേഷൻ എനിക്ക് കൂടുതൽ പേരിലും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് വരേണ്ടതായിട്ടുണ്ട്. ഈ പേഴ്സൻ്റെ പുറകെ പോകാനല്ല, നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയണം. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധിക്കണം. നിങ്ങൾക്കും ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ജോബ് അല്ലെങ്കിൽ ക്യാഷ്, നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതിലോട്ടുള്ള എനർജി കുറഞ്ഞിരിക്കുന്നു. ഈ പേഴ്സണാണ് നിങ്ങളെ ഫുള്ളായിട്ടും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഓർമ്മകളാണ് നിങ്ങളെ ഫുള്ളായിട്ടും കൺട്രോൾ ചെയ്ത് പോകുന്നത്. കൂടുതൽ സമയവും ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നു. ഈ വ്യക്തിയുമായിട്ട് തന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണം എന്നുണ്ട്. പക്ഷേ കറൻ്റ്ലി ആ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ടേണിംഗ് പോയിന്റിലാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെ അടുത്ത് മിണ്ടണം എന്നുണ്ട്, സെയിം ടൈം മിണ്ടാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലും അല്ല ഈ വ്യക്തി. ഓക്കെ, സെയിം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ക്യാഷിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുകയും ക്യാഷ് ഈ പേഴ്സൻ്റെ ലൈഫിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടും, മേ ബി ജോബിൽ എന്തെങ്കിലും ഇഷ്യൂസോ ജോലി നഷ്ടമായിട്ടുള്ളൊരു അവസ്ഥയോ പുതിയൊരു ജോലി തേടുന്നതായിട്ടോ കാണാൻ സാധിക്കുന്നു. അതുടനെ തന്നെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ജോലി കിട്ടാനോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകാനുള്ളൊരു ചാൻസ് കാണിക്കുന്നു. ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അത് കരിയർ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പേഴ്സൺ ഏറ്റവും അധികം പ്ലാൻസ് ഉള്ളത്. സോ ക്യാഷിന് ഒരുപാട് ഇമ്പോർട്ടൻസും പ്രയോറിറ്റി ഫസ്റ്റ് കൊടുക്കുന്നതും ക്യാഷിന് തന്നെയാണ്. ഓക്കെ, ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ വന്നിട്ടുള്ളൊരു വ്യക്തി തന്നെയായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ സ്പിരിച്വൽ വേയിലാവാനും ഇത് പാസ്റ്റ് ലൈഫുമായിട്ടൊരു കണക്ഷൻ ഉള്ളതായിട്ടും മേ ബി കർമ്മ ബേസ് ചെയ്തിട്ട് കുറച്ച് നാളൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കേണ്ടതായിട്ടും വരാം. സോ ആ ഒരു ടൈം കഴിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. കറൻ്റ്ലി കുറച്ചധികം സമയം അല്ലെങ്കിൽ നിങ്ങൾ ഹീലാകേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് അധികം സമയം എടുക്കും. ഇത് റീകൺസിലേഷൻ, റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിലായിരിക്കും ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും റീകണക്ട് ചെയ്യാൻ സാധിക്കുക. കാര്യം ഒരുപാട് ഇഷ്യൂസ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒന്നിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിനോ അല്ലെങ്കിൽ സിറ്റുവേഷൻസിനോ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ, രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്, പക്ഷേ സാഹചര്യം വളരെ മോശമായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ഫാമിലിയാണ് തേർഡ് പാർട്ടി എന്നുണ്ടെങ്കിലും അവിടെയും ഒരു എതിർപ്പ് വരാനുള്ളൊരു ചാൻസ് ഇവിടെയുണ്ട്. സോ ആ പേഴ്സൺ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് അധികം ലേറ്റ് ആക്കാതെ തന്നെ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും വ്യത്യാസം ഈ പേഴ്സൻ്റെ മനസ്സിലോ നിങ്ങൾക്കോ വരും. നിങ്ങൾ ഏറ്റവും അധികം ഈ ഒരു സെക്കൻഡ് പൈലിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നത് തന്നെയാണ്. നിങ്ങൾ കറൻ്റ്ലി ഭയങ്കര നെഗറ്റീവാണ്, അതുകൊണ്ടാണ് ഒന്നും തന്നെ അട്രാക്റ്റ് ആവാതിരിക്കുന്നത്. സോ കുറച്ചെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ആകും. ആരുമായിട്ടും ഒരു വഴക്കിനോ വാക്ക് തർക്കങ്ങൾക്കോ ഈ റിലേഷൻഷിപ്പ് ഈ കണക്ഷൻ്റെ കാര്യം പറഞ്ഞ് ആരുമായിട്ടും ഒരു വഴക്കുണ്ടാക്കാതെയും വഴക്കിലേക്ക് പോകാതെയും നോക്കേണ്ടതായിട്ടുണ്ട്. ഈ പേഴ്സൺ ഇനി ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ മെസ്സേജ് കോളൊക്കെ അയക്കണം എന്നുണ്ടെങ്കിലും ആ സമയത്തും നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുക. അങ്ങനൊരു ഡിസിഷൻ മനസ്സിലെടുക്കുക. നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക. എന്നാൽ മാത്രമായിരിക്കും ഇതിൽ മുന്നോട്ടേക്ക് ഒരു പുതിയ തുടക്കം, റീകൺസിലേഷൻ, റീയൂണിയൻ, വീണ്ടും റീകണക്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും.
നിങ്ങൾ ഹീൽ ആവേണ്ടതായിട്ടുണ്ട്. കുറേ സിറ്റുവേഷൻ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിലും വേറെ പല ഇഷ്യൂസോ ട്രോമാസോ കുട്ടിക്കാലത്തുണ്ടായ കുറേ ഇഷ്യൂസും നിങ്ങളുടെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. സോ നിങ്ങൾ കുറച്ചും കൂടി ഹീൽ ആവേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ 555 റീഡിംഗ് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അത് നിർത്താനും സാധിക്കുന്നില്ല. സോ 555 രൂപയ്ക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തേക്കാളും റേറ്റ് കുറച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി മാത്രമായിരിക്കും. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അത് തന്നെയാണ് ജിപേയും വരുന്നത്. പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. ആൻഡ് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഇഷ്യൂസ് വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ട് ആൻഡ് ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.